ആക്ഷൻ. എവിടെ പോകുന്നു? നമസ്കാരം. ഞാൻ 2 എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, 3 ലാലുമാരുടെ സിനിമയാണിത്. ഇത് എഴുതിയിരിക്കുന്നത് ബിനുലാൽ ചേട്ടനാണ്, സംവിധാനം ചെയ്യുന്നത് സുജിത് ലാലാണ്, ക്യാമറ അനീഷ് ലാലാണ്. പിന്നെ ഇതിൻ്റെ കഥ പറയാനായിട്ട് ഞാൻ ഈ യമണ്ടൻ പ്രേമകഥയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോൾ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഗിരിച്ചേട്ടനും സുജിത്തേട്ടനും കൂടി വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഒരു സ്ക്രിപ്റ്റാണ്. നമ്മുടെ സമകാലിക സാഹചര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നൊരു പൊളിറ്റിക്കൽ സറ്റയറാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാൻ എനിക്ക് പെർമിഷൻ ഇല്ല. എന്നാലും ഇതൊരു എൻ്റർടൈനർ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന, നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയുടെ നായകനായിട്ട് അഭിനയിക്കുന്നത്. നമ്മളതൊരു ജൂൺ 9 തുടങ്ങണമെന്ന് വിചാരിച്ച സിനിമയാണ്. അപ്പോൾ കൊറോണ കാലം ഇതിനെ നമ്മുടെ ചിത്രീകരണത്തിനെയൊക്കെ മാറ്റി മറിച്ചത്. ഇത് വളരെ ഗ്രാമ്യമായ ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. ഒരു കോട്ടയം പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾപ്രദേശത്തൊക്കെ നടക്കുന്നൊരു കഥ. ഈ മാറി വരുന്ന ഇന്ത്യൻ സാഹചര്യം വല്ലാതെ മനുഷ്യരെ പേടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറച്ച് മാറിയിട്ടുണ്ട്. തമ്മിൽ ഭയം വല്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ ഭയക്കുന്ന ഒരു സാധനത്തിന് തികച്ചും ഈ ഹാസ്യത്തിലൂടെ അല്ലെങ്കിൽ നിരന്തരം നമ്മളൊന്നിനെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ലാഘവൽക്കരിക്കപ്പെടും എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുപോലെ ഇങ്ങനെ ഇത്തരം ഭയത്തിനെ നമ്മൾ കളിയാക്കുകയാണ്. അതായത് ഇത്തരം ഭയത്തിന് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കാണുകയാണ്. ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഓട്ടോ ഡ്രൈവറായ വാവയുടെ ജീവിത പരിസരങ്ങളും വാവ ഇടപെടുന്നൊരു മേഖലകളും അവൻ്റെ സൗഹൃദങ്ങളും അവൻ്റെ ലോകവും ഒരു ഇന്ത്യൻ സാഹചര്യം പോലും ആ ഒരു ചെറിയിടത്ത് എങ്ങനെയൊക്കെ ഇടപെടുന്നു എന്നൊക്കെയാണ് സിനിമ പറയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ് സിനിമ. ഇത് എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഈ സിനിമയിലെ ലീഡിങ് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബിനുലാലുണ്ണിയും ഞാനും ചേർന്ന് വിഷ്ണുവിനെ സമീപിച്ച് ഈ കഥ പറഞ്ഞ് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ വിഷ്ണു ഇതിൽ കമ്മിറ്റ് ചെയ്യുകയാണുണ്ടായത്. വിഷ്ണുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. നമ്മളിത് ജൂണിൽ ഷൂട്ട് തുടങ്ങേണ്ടിയിരുന്ന സിനിമയാണ്. ഈ കോവിഡ് കാരണം പിന്നെ അത് മാറ്റിവെച്ചു. ഇപ്പോൾ ഡിസംബറിലെത്തി. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രജീവ് സത്യവർദ്ധൻ സാറാണ്, ഹെവൻലി മൂവീസിൻ്റെ ബാനർ. പ്രജീവ് സാറ് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ ഹെവൻലി മൂവീസിൻ്റെ ബാനറിൽ തന്നെ ചെയ്ത ഫൈനൽസ് എന്ന് പറയുന്ന സിനിമ, ഫൈനൽസ്, അതിൻ്റെ പ്രൊഡ്യൂസറാണ് നമ്മുടെ സിനിമയുടെയും പ്രൊഡ്യൂസർ. പിന്നെ ഇതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അന്ന രേഷ്മ, മെറീന മൈക്കിള്, സുധീർ കോപ്പ, ഗോകുലൻ, ഇർഷാദിക്ക, റഹ്മാനിക്ക, ടിനിച്ചേട്ടൻ, ടിനി ടോം, അങ്ങനെ ഒരു അത്യാവശ്യം നല്ല താരനിര തന്നെ ഉണ്ട്. 40ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി പിന്നണിയിലുള്ള ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ക്യാമറ ചെയ്യുന്നത് അനീഷ് ലാലാണ്. വേട്ട, മിലി ഈ സിനിമയുടെയൊക്കെ ക്യാമറ ചെയ്ത അനീഷ് ലാലാണ് നമ്മുടെ സിനിമയുടെയും ക്യാമറ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ മനോജ് കണ്ണോത്താണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം ബിജുബാലേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ വരുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്.
പൊളിറ്റിക്കൽ സറ്റയർ എന്നതിനപ്പുറം ഇതൊരു തികച്ചും ഗ്രാമ്യമായിട്ടൊരു അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. വാവ എന്ന് പറയുന്ന ചെറുപ്പക്കാരനിലൂടെയാണ് ഈ കഥ പോകുന്നത്. വാവ എന്ന ക്യാരക്ടറാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാനും ബിബിനും കൂടി അടുത്ത സ്ക്രിപ്റ്റിൻ്റെ വർക്കിലാണ്. അത് ആർട്ടിസ്റ്റ് അങ്ങനെ ഒന്നും ഫിക്സ് ആയിട്ടില്ല. ലാലേട്ടനെ മമ്മൂക്കേനെയൊക്കെ വെച്ച് നമ്മളെല്ലാവർക്കും ആഗ്രഹമാണ് സിനിമ ചെയ്യാൻ. അതുപോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൂ. അതൊന്നും ആയിട്ടില്ല, പറയാറായിട്ടില്ല. പണ്ടും ഞങ്ങളെ വെച്ചിട്ടാണ് ആദ്യമേ എഴുതിയതും. അത് പിന്നെ അതിനേക്കാൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടാണ് ഞങ്ങളിന്ന് എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത് തന്നെ. പക്ഷേ ഇപ്പോഴും ഞങ്ങളെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് മനസ്സിൽ കാണുന്നത് പല സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്തും. നമസ്കാരം, ഞാൻ സുധീക് ഗോപ. ഞാൻ ഹെവൻലി മൂവീസിൻ്റെ ബാനറിൽ സുജിത് ലാൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന 2 എന്ന സിനിമ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണ് ഹീറോ. സിനിമയിൽ ഷാജഹാൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നു. പ്രജിത് സത്യവ്രതനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഹെവനിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഫൈനൽസ് ആയിരുന്നു. ഇത് 2ാമത്തെ സിനിമയാണ്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയുള്ളൂ. ഈ 3 ദിവസം മുമ്പാണ് തുടങ്ങിയത്. ഗംഭീരമായിട്ട് നടക്കുന്നു. കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും കൃത്യമായിട്ട് പ്രോട്ടോക്കോൾ പാലിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടത്തിക്കൊണ്ടാണ് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഷാജഹാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതുപോലെ ഈ പടവും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും. നമസ്കാരം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന ചിത്രമാണ് 2. ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ലാലാണ്. അതെങ്ങനെയോ അങ്ങനെ വന്നു. എന്ന് വെച്ചാൽ സംവിധായകൻ സുജിത് ലാൽ, എഴുത്തുകാരൻ ബിനു ലാൽ, DOP അനീഷ് ലാൽ. ഹെവൻലി മൂവീസാണ് ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഞാൻ ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സൈനബ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ഫൈനൽസാണ് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള മൂവി. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു സിനിമ സെറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ സിനിമകളൊക്കെ തുടങ്ങുന്നതിൽ വളരെ സന്തോഷം. ഹായ്, നമസ്കാരം. ഞാൻ മെറീനയാണ്. ഹെവൻലി മൂവീസിൻ്റെ ബാനറിൽ പ്രജീവ് സത്യവർദ്ധൻ സർ നിർമ്മിക്കുന്ന, സുജിത് ലാൽ ഏട്ടൻ സംവിധാനം ചെയ്യുന്ന, നമ്മുടെ ബിനു ലാൽ ഏട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന 2 എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിലാണ് ഞാനുള്ളത്. ഈ സിനിമയിൽ മെയിൻ ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അന്ന രാജൻ, അങ്ങനെ ഉള്ള ആളുകളാണ്. കൂടെ ഞാൻ സെക്കൻഡ് ലീഡ് ചെയ്യുകയാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റുബീന എന്നാണ്. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ലൈഫിൽ ഞാനൊരു മുസ്ലിം പെൺകുട്ടി, ടിപ്പിക്കൽ ഒരു പെൺകുട്ടി റോൾ ചെയ്യണത്. സോ ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് ഏറ്റുമാനൂരാണ്. അജൻ മസ്കറ്റാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മുമ്പ് കുറച്ച് പേര് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് സുജിത്തേട്ടൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ റുബീന കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്.